കർത്താവിൻ്റെ ധന്യനാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. രാജാതി രാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനുമായ കർത്താവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും നമുക്ക് അവിടുത്തെ ആരാധിക്കാം. അങ്ങയെപ്പോലെ വലിയ ദൈവം ആരുള്ളൂ? വഴികളുടെ കുറവുകൾ തീർക്കുന്ന ദൈവമാണ്, വഴിയൊരുക്കുന്ന ദൈവമാണ്, ആഴത്തിലിറങ്ങുന്ന ദൈവമാണ്, ആഴിയിലിറങ്ങിയ ദൈവമാണ്, അസംഖ്യമായി വൻകാര്യങ്ങളെ ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് അറിയാതിരിക്കരുത്. പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോൾ, പ്രത്യാശയ്ക്ക് ഭംഗം വരുമ്പോൾ എനിക്ക് സകലവും കഴിയുമെന്ന് പറയുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം വ്യക്തമായി തൻ്റെ ജനം തിരിച്ചറിയട്ടെ. പ്രിയരെ, എല്ലാവരും മാറുമ്പോഴാണ് ആ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത സ്നേഹം, മറക്കാത്ത കർത്താവ്, ചേർത്ത് പിടിക്കുന്ന ഒരു സ്വർഗം. നമ്മുടെ ജീവിതത്തിൻ്റെ ഏകാന്തതകൾ പലപ്പോഴും നമ്മളെ വിഷമത്തിലേക്ക് കൊണ്ടുവരാറുണ്ട്. പക്ഷെ അവിടെ ഒരുവൻ പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെ ലോകത്തിൻ്റെ അവസാനത്തോളം ഉണ്ടാകും. തീച്ചുളയിലൂടെ പോകുമ്പോൾ തിരുവെഴുത്ത് പറയുന്നു, നീ വെള്ളത്തിലൂടെ കടക്കും, തീയിലൂടെ കടക്കും, പക്ഷേ വെള്ളമോ നദിയോ അഗ്നിജ്വാലയോ നിന്നെ മൂടില്ല, നിന്നെ നശിപ്പിക്കുകയില്ല. കാരണം ഞാൻ നിന്നോട് കൂടെ ഇരിക്കുന്നല്ലോ. പ്രിയരെ, വിളിച്ച ഒരുവൻ നമ്മോട് കൂടെയുണ്ട്. ആർക്കും ഇറങ്ങി വരാൻ പറ്റാത്തടത്ത്, പ്രവർത്തിക്കാൻ പറ്റാത്തടത്ത്, ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഇടത്ത് ഇറങ്ങി വന്നിട്ട് കരത്തിപ്പിടിച്ച് മുമ്പോട്ട് നയിച്ച വർഷങ്ങളും മാസങ്ങളും ദിവസങ്ങളും നിങ്ങൾ ഓർത്തു നോക്കി ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ ഇന്ന് പ്രഭാതത്തിൽ ഒന്ന് തയ്യാറാകുമല്ലോ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പോയതാണോ, തന്നെ നടന്നതാണോ, ബലമില്ലാതെ ക്ഷീണിച്ചപ്പോൾ നമ്മെ ഭുജത്തിലെടുത്ത ഒരു ദൈവമില്ലേ? ബലം നൽകിയില്ലേ? കരുത്ത് നൽകിയില്ലേ? പടക്കൂട്ടം വന്നപ്പോഴും, പ്രതിസന്ധി വന്നപ്പോഴും, മതിൽ വന്നപ്പോഴും എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് ചിന്തിച്ചപ്പോൾ ആത്മശക്തി കൊണ്ട് ദൈവം നടത്തി. പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലാൻ കൃപ നൽകിയില്ലേ? നിശ്ചലമായി നിന്ന ചില ശക്തികൾ ആ മതിൽ ചാടിക്കടക്കാൻ ദൈവം അനോയിന്റിങ് നൽകിയില്ലേ? അങ്ങനെയെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ പുറകോട്ട് തിരിഞ്ഞിട്ട് പറ, ഇത്ര വലിയ മതിൽ ചാടിക്കടക്കാൻ, പ്രതിസന്ധികളെ ചാടിക്കടക്കാൻ ഞങ്ങൾക്ക് കരുത്ത് നൽകിയ ദൈവത്തിന് സ്തോത്രമെന്ന് ഒന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ മുമ്പാകെ നന്ദി പറ. പ്രിയരെ, യേശുവിൻ്റെ നാമത്തിൽ യെരിഹോവിൻ്റെ വ്യാപാരം പറഞ്ഞു, ആരെയും ഞാൻ പ്രവേശിപ്പിക്കത്തില്ല. തടസ്സമാണ്, വീതിയുണ്ട്, പൊക്കമുണ്ട്, ഉയരമുണ്ട്. പക്ഷേ അഭിഷേകമുള്ളവർ, പ്രാർത്ഥിക്കുന്നവർ, സ്തുതിക്കുന്നവൻ്റെ മുമ്പിൽ ഒരു മതിലും നിൽക്കാൻ പറ്റില്ല. നിന്നെ പ്രവേശിപ്പിക്കത്തില്ലെന്ന്, നിർത്തത്തില്ലെന്ന്, ഒരുമിച്ച് മൂവ് ചെയ്യിപ്പിക്കത്തില്ലെന്ന്, ആരാധിപ്പിക്കത്തില്ലെന്ന്, ശിഥിലമാക്കുമെന്ന് പറയുന്ന ഇടത്ത് നിങ്ങൾക്ക് വേണ്ടി ചിലതിനെ ഇടിക്കുവാൻ, സ്തുതിക്കുന്നവൻ്റെ മുമ്പിൽ ചിലത് ഇടിയും, സ്തുതിക്കുന്നവൻ്റെ മുമ്പിൽ ചിലത് തുറക്കും. അസാധ്യങ്ങൾ സാധ്യമാകുന്ന പകൽക്കാലമായി ദൈവാത്മാവിന് തീർക്കാനുണ്ട്. അകത്തളങ്ങളിൽ വിശ്വാസമൊന്ന് കാത്തട്ടെ. എന്നെ കൊണ്ട് കഴിയത്തില്ല, പക്ഷെ എൻ്റെ തമ്പുരാൻ ആരാന്ന് എനിക്കറിയാം, എന്നെ വിളിച്ചവൻ ആരാന്ന് എനിക്കറിയാം, എന്നെ തിരഞ്ഞെടുത്തവൻ ആരാന്നറിയാം. ആ ശബ്ദമാണ് എന്നെ മുമ്പോട്ട് നയിക്കുന്നതെന്ന് ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്തിട്ട് പറ, ഞാൻ ഇതിനെല്ലാം ചാടിക്കടക്കും. പ്രൈസ് ഗോഡ്. ദൈവം പറഞ്ഞാൽ നമ്മൾ അനുസരിക്കണം. അറച്ചു നിൽക്കരുത്, പതറിപ്പോരുത്, സംശയിക്കരുത്. മനുഷ്യ വാക്കുകൾ നമ്മളെ നിരാശപ്പെടുത്തുമ്പോൾ, നമ്മുടെ ബലം ക്ഷയിക്കുമ്പോൾ, നമ്മളെ ഒതുക്കുമ്പോൾ ദൈവത്തിൻ്റെ വാക്കുകൾ നമുക്ക് കരുത്ത് നൽകും, ശക്തി നൽകും. ബലഹീനതയിൽ തികഞ്ഞു വരും. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന ശബ്ദം ഇന്ന് പകൽ എത്ര പേർ കേൾക്കും? അധികാരമുള്ളവൻ,
ജയിച്ചവൻ, കാൽ കീഴാക്കിയവൻ, ശക്തി പകരുന്നവൻ ഇന്നും നമ്മുടെ കൂടെയുണ്ട്. വളരെ സുപരിതമായൊരു വാക്യം. അപ്പോസ്തല പ്രവൃത്തി 12:10. അവർ ഒന്നാം കാവലും രണ്ടാമത്തതും കടന്നു, പട്ടണത്തിലേക്കുള്ള ഇരുമ്പ് വാതിൽക്കലെത്തി, അതവർക്ക് താനേ തുറന്നു. അവർ പുറത്തിറങ്ങി ഒരു തെരുവ് കടന്നു. ഈ ഭാഗം അറിയാത്തവർ ചുരുക്കമാണ്. പക്ഷേ ദൈവാത്മാവ് നൽകുന്ന ഒരു വെളിപ്പാട് ഞാൻ പറയാം. ഹെരോദ്യ ശക്തികൾ വാളിന് മൂർച്ച കൂർപ്പിച്ചിരിക്കുകയാണ്. വ്യക്തിത്വമുള്ളവൻ, അനോയിന്റിങ് ഉള്ളവനെ ഇവിടെ കൊണ്ട് ഒതുക്കാമെന്ന് ചിന്തിച്ചു. ഇവിടെ കൊണ്ട് തീരുമെന്ന് പറഞ്ഞു. അടുത്ത ദിവസം കഴിഞ്ഞാൽ നിന്റെ മിനിസ്ട്രി ഇവിടെ ഇല്ല, നിന്റെ കുടുംബം ഇവിടെ ഇല്ല, നിന്റെ നിലനിൽപ്പ് ഇവിടെ ഇല്ല, നീ ഇതിനകത്ത് തീരുമെന്ന് പറയുമ്പോൾ പത്രോസ് കേട്ടത് ആ ശബ്ദമല്ല, മുൻപോട്ട് പോകാൻ പറഞ്ഞ തൻ്റെ മേലുള്ള നിയോഗവും വ്യക്തിത്വവും താൻ അതിനകത്ത് പ്രഖ്യാപിക്കുകയായിരുന്നു. ശാന്തമായി പ്രഖ്യാപിച്ചത് കൊണ്ടാണ് അവൻ ഉറങ്ങിയത്. കേട്ടോ പ്രിയരെ, ഹേരോദാവിന് വിട്ടുകൊടുക്കാനുള്ളവനല്ല നീ. നിന്നെ കൊണ്ടും നിന്റെ കുടുംബത്തെ കൊണ്ടും ഒരു വലിയ മിനിസ്ട്രി, ഒരു ദൈവിക പ്രവൃത്തി ദേശത്ത് നിങ്ങളെ അടയാളമാക്കണം. നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ തലമുറകളെ അടയാളമാക്കണമെങ്കിൽ ഒതുക്കുവാനോ പിടിച്ചു കെട്ടാനോ കാരാഗ്രഹത്തിനോ ബ്ലാക്ക് സെക്യൂരിറ്റിക്കോ ടൈറ്റ് സെക്യൂരിറ്റിക്കോ കഴിയത്തില്ലെന്ന് ആത്മാവ് സഭകളോട് ദൂത് വിളിച്ചു പറയുന്നു. പ്രാർത്ഥിക്കുന്നവരോട് ഇത് പറയുന്നു. നിങ്ങളെ തകർക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. അവർ ടൈറ്റ് സെക്യൂരിറ്റി കൊണ്ടുവരട്ടെ, പിടിച്ചു നിർത്തുമെന്ന് പറയട്ടെ, നടക്കത്തില്ലെന്ന് പറയട്ടെ, മൂവ് ചെയ്യത്തില്ലെന്ന് പറയട്ടെ, അഭിഷേകമുള്ളവനെ ആരും ഇറങ്ങാൻ പറ്റത്തില്ലെന്ന് ലോകം പറയുന്നിടത്ത് അഭിഷേകമുള്ളവന് വേണ്ടി ദൈവം ഇറങ്ങും. പ്രാർത്ഥിക്കുന്നവന് വേണ്ടിയും നിയോഗമുള്ളവന് വേണ്ടിയും അധികാരമുള്ളവന് വേണ്ടിയും ദൈവിക പദ്ധതിയുള്ളവന് വേണ്ടിയും സ്വർഗമിറങ്ങും. ആർക്കും ഇറങ്ങാൻ പറ്റാത്ത, ആരുടെ കെയർ ഓഫ് എൻ്റെ കർത്താവിന് വേണ്ട. കേട്ടോ, മറ്റാരും വന്ന് വിടുവിച്ചെന്ന് പറയാതിരിക്കാൻ, മറ്റാരും തുറന്നെന്ന് പറയാതിരിക്കാൻ ദൈവം ഡയറക്റ്റ് ഇറങ്ങാൻ പോകുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. നമുക്കറിയാം പത്രോസ് വിചാരിച്ചത് സ്വപ്നമാണോ? പ്രിയരെ, ദൈവത്തിൻ്റെ വിടുതൽ സ്വപ്നം കാണുന്ന പോലെ. വിശ്വസിക്കാൻ പറ്റാത്ത ചില അത്ഭുത പ്രവർത്തികൾ നിന്റെ എൻഡ് കാണാൻ നിൽക്കുന്നവരടുത്ത്, തീർന്നെന്ന് പറയുന്നിടത്ത് നിന്നെ പുറത്ത് കൊണ്ടുവരും. നമ്മുടെ കുറിവാക്യം മാത്രം ഞാനൊന്ന് ഷെയർ ചെയ്യട്ടെ. അവർ ഒന്നാം കാവലും രണ്ടാമത്തത് കടന്നു. കടക്കത്തില്ലെന്ന് വിശ്വസിക്കുന്ന ചില വിഷയം ഇന്ന് പ്രഭാതത്തിൽ നീ കടക്കും. ആമേൻ പറ. യേശുവിൻ്റെ നാമത്തിൽ കടക്കത്തില്ലെന്ന് വിഷമിക്കുന്ന ചില വിഷയം നീ കടന്നിരിക്കും. നിന്റെ തലമുറ കടക്കും, നിന്റെ ഹസ്ബൻഡ് കടക്കും, പ്രിയരെ നിന്റെ വൈഫ് കടക്കും. അഭിഷക്തന്മാരെ, നിങ്ങളത് കടക്കും. അതല്ല എൻ്റെ ചിന്ത. അടുത്ത ഭാഗമാണ് ദൈവാത്മാവ് നൽകിയ നിയോഗം. പട്ടണത്തിലേക്കുള്ള ഇരുമ്പ് വാതിക്കൽ, അതൊരു സൈഡ് പിടിച്ച് തുറക്കണം. 10-15 പേര് വേണം. അത്ര വെയിറ്റുള്ള ഒരു ഗേറ്റാണ്. ആർക്കും ഒറ്റയ്ക്ക് തുറക്കാൻ പറ്റില്ല. പക്ഷേ അഭിഷേകമുള്ളവൻ്റെ നിഴൽ തട്ടുമ്പോൾ, നമ്മൾ എയർപോർട്ടുകളിലൊക്കെ ചെല്ലുമ്പോൾ, വലിയ ഹോട്ടലുകൾ ചെല്ലുമ്പോൾ, ഗ്ലാസ് ഡോർ സെൻസറിന്റെ മുമ്പിൽ ഓപ്പൺ ആകുന്നത് പോലെ ഞാൻ ഈ തൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ നിഴൽ തട്ടുമ്പോൾ ആരും തുറക്കാതെ നിനക്ക് വേണ്ടി ഇന്നു പകൽ നിന്റെ കുടുംബത്തിന് വേണ്ടി ദൈവം തുറക്കാൻ പോകുകയാ. എങ്ങനെ തുറക്കും? ഇതാര് തുറക്കും? ആരെ കൊണ്ട് ഇത് പറ്റും? പൂട്ടവിടെ നിൽക്കുന്നു. പക്ഷേ ഞാൻ ആത്മശക്തിയോടെ പ്രവചനത്തിൽ വിളിച്ചു പറയുന്നു, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്നെ ബന്ധിച്ച വിഷയത്തിന് വേണ്ടി, നിന്റെ സൗകര്യം കെടുത്തതിന് വേണ്ടി കർത്താവ് പറയും, നീ അങ്ങോട്ട് മൂവ് ചെയ്യുന്നേ, നീ നടക്കുന്നേ, നിന്റെ നിഴൽ തട്ടും. പത്രോസ്, നീ നേരത്തെ നിരത്തിലൂടെ നടക്കുമ്പോൾ, നിന്റെ നിഴൽ തട്ടുമ്പോൾ രോഗികൾ സൗഖ്യമായെങ്കിൽ, നീ നടക്കുമ്പോൾ ചില ഡോർ ഓപ്പണായേ മതിയാകും. വിശ്വസിക്കാം. നീ അടുത്ത് ചെല്ലണം, നീ നടക്കണം. പ്രിയരെ, അറച്ചു നിൽക്കരുത്, പകച്ചു നിൽക്കരുത്, സംശയിക്കരുത്. കുടുംബമായിട്ട് മൂവ് ചെയ്യുക. ആ വിഷയത്തിൻ്റെ അടുക്കലേക്ക് നിങ്ങൾ ചെല്ല്. ചെങ്കടൽ സെൻസർ കൊണ്ട് വഴിമാറിയതുപോലെ, മനസ്സിലായോ? മോശ കൈ നീട്ടിയപ്പോൾ
ചെങ്കടൽ വിഭജിക്കപ്പെട്ടതുപോലെ നിങ്ങൾ നടക്കാൻ തയ്യാറാകുമെങ്കിൽ ഇരുമ്പാകട്ടെ, താമ്രമാകട്ടെ, നിയമമാകട്ടെ, രാജ്യങ്ങളാകട്ടെ, അധികാരങ്ങളാകട്ടെ, നിങ്ങളെ വിടത്തില്ലെന്ന് പറഞ്ഞ് വിലങ്ങുതടിയായി നിൽക്കുന്ന വിഷയങ്ങളുടെ മേൽ ഇന്ന് പകൽ ഞാൻ ഈ സന്ദേശം പറയുമ്പോൾ ഓട്ടോമാറ്റിക് അത് ഓപ്പൺ ആകും. യെസ്, നീ ആ ദൈവസാന്നിധ്യത്തിലേക്ക് നടക്കൂ. നിന്റെ കാലിൻ്റെ സ്പർശനം വന്നാൽ യോർദാൻ വന്നിടത്തേക്ക് മാറിയെന്നല്ലേ ചരിത്രം പറയുന്നത്. യേശുവിൻ്റെ നാമത്തിൽ അഭിഷേകമുള്ളവർ, പ്രാർത്ഥിക്കുന്നവർ, വിശ്വാസത്തിൽ കരുത്തുള്ളവർ, കൃപയുള്ളവർ ഇന്ന് പകൽ എഴുന്നേറ്റിട്ട് പറ, ഞങ്ങൾ അവിടേക്ക് ചെല്ലാൻ പോകുകയാണ്. മാഗ്ദൽ മറിയ ഉൾപ്പെടെ ആ കല്ലിൻ്റെ നേരെ ചെല്ലുകയാണ്. അവർ ചെല്ലുമ്പോൾ തന്നെ ആ കല്ല് ഉരുണ്ട് മാറി. നീ ചെല്ലുമ്പോൾ ആ കല്ലിന് അവിടെ നിൽക്കാൻ പറ്റില്ല. അഭിഷേകമുള്ളവർ, വിശ്വാസത്തിൻ്റെ കത്തൽ അകത്തുള്ളവർ ഇന്ന് പകൽ പ്രഖ്യാപിക്കും, ഞാൻ ചെല്ലുമ്പോൾ കല്ലിന് നിൽക്കാൻ പറ്റില്ല, ഡോറിന് നിൽക്കാൻ പറ്റില്ല, അധികാരങ്ങൾക്ക് തടയാൻ പറ്റില്ല, എൻ്റെ കുടുംബജീവിതത്തെ ഒതുക്കാൻ പറ്റില്ല, എൻ്റെ മിനിസ്ട്രിയെ തൊടാൻ പറ്റില്ല. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ ആ വചനത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. ഓ, നീ ചെല്ലുക. ചെന്നപ്പോൾ തനിയെ തുറന്നു. അഭിഷേകമുള്ളവൻ്റെ മുമ്പിൽ ഡോറിന് നിൽക്കാൻ പറ്റില്ല. യേശുവിൻ്റെ നാമത്തെ ദൈവശക്തി അഭിഷേകമുള്ളവൻ്റെ ഒരു രോഗത്തിൻ്റെ ആ ബാന്ധവങ്ങൾക്ക്, ആ ഇരുമ്പ് ശക്തികൾക്ക് നിൽക്കാൻ പറ്റില്ല. ഡോക്ടേഴ്സിൻ്റെ ലിസ്റ്റല്ല നോക്കേണ്ടത്, രാജ്യങ്ങൾ പറയുന്നതല്ല കേൾക്കേണ്ടത്, അധികാരങ്ങളെയല്ല നോക്കേണ്ടത്. ദൈവശബ്ദം, നീ മൂവ് ചെയ്യണം, നീ ചലിക്കണം, നീ പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോകുക. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ഈ വചനം ജനത്തിന് മേൽ വ്യാപരിക്കട്ടെ, അവരുടെ കുടുംബങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ, അവരുടെ തലമുറകൾ വ്യാപരിക്കട്ടെ. ഇരുട്ടിൽ ഇരിക്കുന്നവർ വലിയൊരു വെളിച്ചത്തിലേക്ക് വരട്ടെ. അസാധാരണമായൊരു പവർ ഞങ്ങൾ ചെല്ലുമ്പോൾ ചിലത് വഴി മാറട്ടെ. ഞങ്ങളുടെ വഴിയെ മുടക്കി, ഞങ്ങളുടെ സ്വസ്ഥതയെ കെടുത്തി, ഞങ്ങളുടെ സമാധാനത്തെ കെടുത്തിയ ദൂഷ്ടശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ ബ്രേക്ക് ചെയ്യട്ടെ. അസമാധാനങ്ങൾ മാറട്ടെ, വിലാപങ്ങൾ നൃത്തമാകട്ടെ, അത്ഭുതങ്ങൾ ഇന്ന് പകൽ സംഭവിക്കട്ടെ. ഞങ്ങൾ ചെല്ലുമ്പോൾ ചിലത് ഓപ്പണായിരിക്കാൻ സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ക്രിസ്തു വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ മൂവ് ചെയ്യുക. ചിലതിനെ കണ്ട് പകച്ച് പുറകോട്ട് വരുന്ന നീ മൂവ് ചെയ്താൽ ചിലത് നിന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോകും. യേശുവിൻ്റെ നാമത്തിൽ കർത്താവിനെ എല്ലാവരെയും സഹായിക്കട്ടെ.